എന്റെ പേര് ടെസൻ. ഞാൻ ഇവിടെ BSBയിൽ പഠിക്കുകയാണ്. Okay. എന്റെ ബാച്ചിലേഴ്സ് ആണ് സൈക്കോളജി. ഓക്കെ. BSB ഏത് ക്യാമ്പസിലാണ്? അത് കാൾമാർക്സ് സ്ട്രാസയിൽ ന്യൂക്കോയിലാണ്. ഇവിടെ പോർട്ട് കോംപ്ലക്സ് അല്ല, അല്ല കുറച്ചങ്ങോട്ട്. കുറച്ച് അങ്ങോട്ടാണ്. ഓക്കെ. ഇവിടെ ജസ്റ്റ് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി. ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി വന്നത്. എന്താണ് ഏതാ കോഴ്സ് പ്രോഗ്രാം? ഞാൻ സൈക്കോളജി. സൈക്കോളജി. സോ BSc സൈക്കോളജി ആണോ അല്ലെങ്കിൽ MSc സൈക്കോളജി ആണോ? BSc സൈക്കോളജി. ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് കയറി. പ്ലസ് ടു ഡയറക്റ്റ് ഇങ്ങോട്ടായിരുന്നു. കുറച്ച് നാളൊന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു, പിന്നീട് ഇങ്ങോട്ട് വന്നു. ഓഹോ. ജർമ്മൻ ലാംഗ്വേജ് നാട്ടിൽ നിന്ന് ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് A1 ഉണ്ട്. A1 കംപ്ലീറ്റർ ആണ്. അപ്പം ഈ BSc സൈക്കോളജി എന്തുകൊണ്ട്? വൈ BSc സൈക്കോളജി? സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് മെഡിക്കൽ ഫീൽഡിൽ ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ. പിന്നെ എന്റെ അമ്മയും ഒരു മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ സൈക്കോളജി ഒരു നല്ല കോഴ്സായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ സൈക്കോളജിനെ എടുക്കാന്ന് വിചാരിച്ചു. ഇതിനകത്ത് എങ്ങനെയാ നമ്മളെ ക്ലിനിക്കൽ പ്രാക്ടീസിംഗ് ഒക്കെ വരുന്നുണ്ടോ? ആ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ ഒക്കെ മനസ്സിലാക്കിയത് എങ്ങനെയാ? മെയിൻലി ഇപ്പൊ തിയറീസ് ആണ്, കൂടുതൽ തിയറീസും അസൈൻമെന്റ്സും ആണ്. പിന്നെ ഇതൊരു ഇറ്റാലിയൻ ബേസ്ഡ് യൂണിവേഴ്സിറ്റി ടൈപ്ഡ് ആണ് ഈ കോഴ്സ്. അപ്പൊ അത് റിട്ടേൺ എക്സാമും അല്ലാനും ഉണ്ട്. തിയറി ഇപ്പൊ ഇല്ല, തേർഡ് ഇയർ ആണെന്ന് പറയാമോ അത്. ഇപ്പൊ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ഇയർ ഇപ്പൊ ഒരു ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞു. ഇപ്പോ ഫസ്റ്റ് സെമിസ്റ്റർ പോകും. ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ? ജർമ്മനി വന്നിട്ട് പെട്ടെന്ന് സെറ്റ് ആക്കാൻ പറ്റുമോ? പാർട്ട് ടൈം ജോബ്സ് ഒക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുണ്ട്? അതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? ജോബ് ഇവിടെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ, എന്നാൽ തമിഴിൽ കിട്ടും. ഇവിടെ മെയിൻ ആയിട്ട് ലാംഗ്വേജ് ആണ് ഇവിടെ ആവശ്യം. ജർമ്മൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് ജോബ് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും എല്ലാ സൈറ്റുകളിലും എല്ലാ സ്ഥലത്ത് പോയി നമ്മൾ ചോദിക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ മടിയില്ലാണ്ട് നമ്മൾ ഇറങ്ങണം, ഇറങ്ങി കളിച്ചാൽ കിട്ടും. പിന്നെ നമ്മളൊരു എക്സ്പീരിയൻസിൽ കുറെ സ്റ്റുഡൻസ് സംസാരിക്കും. ചില സ്റ്റുഡൻസ് വന്ന് 15-ാം നാളിൽ അവർക്ക് ജോലി കിട്ടും. ചില ആൾക്കാർക്ക് 4 മാസം കഴിഞ്ഞ് ജോലി കിട്ടാത്തവരുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ഒരു കോമൺ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ ഒരു 2.2-3 മന്തിന്റെ ഉള്ളിലായിട്ട് എല്ലാവരും ഒരു ജോലി കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഒരു മടിയുള്ള ആൾക്കാർ അങ്ങനെ ഇറങ്ങി ചെന്ന് ചോദിക്കാനും പറയാനും അങ്ങനത്തെ മടി. ഇത് നമ്മൾ ഡെയിലി ഓരോ ഏരിയകളിൽ കവർ ചെയ്ത് പാട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ കിട്ടുന്നുണ്ട് അല്ലേ? അത് മെയിനായിട്ട് നമ്മൾ ഒന്ന് ഒരു പരിശ്രമിച്ചാൽ കിട്ടും. അതൊന്ന് ശരിക്കും രാവിലെ തന്നെ ഇറങ്ങി ഒന്ന് വൈകിട്ട് വരെ ഒന്ന് നടന്നാൽ എങ്ങനെയെങ്കിലും ഒരു ഫീഡ്ബാക്ക് കിട്ടും. പിന്നെ അങ്ങനെ നമ്മളതൊന്ന് പോകണം. താങ്ക് യു.